ഇവിടെ കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് സെറ്റ് ചെയ്ത് കളിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ നീ തൊടില്ല, നിന്നെ ഞാനും തൊടില്ല. ഈ ഒരു ധാരണയിൽ ഗെയിം കളിക്കുന്ന ചിലരിവിടെ ഉണ്ട്. ഇന്നലത്തെ എപ്പിസോഡിൽ ജാസ്മിൻ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഗെയിമുണ്ട്. ഞാൻ ഗ്രൂപ്പ് കളി മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല ബിഗ് ബോസിനകത്ത്. ആഫ്റ്റർ ഓൾ ഇതൊരു അതിജീവനമാണ്, അത് ഏത് രീതിയിലും ആകാം. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വീട്ടിൽ കുറച്ച് പേര് ഇൻഡിവിജ്വലായിട്ട് ഭയങ്കരമായിട്ട് കളിക്കുമ്പോൾ മറ്റു കുറച്ച് പേര് ചേർന്ന് കളിക്കുമ്പോൾ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന ആളെടുത്തായിരിക്കും നമുക്കൊരു ഇഷ്ടം തോന്നുക. ഈ ഗ്രൂപ്പ് കളിക്കുന്നവർ അൺഫെയർ ആണല്ലോ ചെയ്യുന്നത് എന്നും തോന്നും. പക്ഷെ അതിജീവിക്കാൻ അവർക്ക് എന്ത് മാർഗ്ഗവും അവിടെ ഉപയോഗിക്കാം. ഇപ്പോൾ ഗ്രൂപ്പ് കളി നമ്മൾ സീസൺ 5 കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഈ അഖിൽമാരാറൊക്കെ ആ ഒരു ഗെയിം കളിച്ചപ്പോൾ അതിൽ കണ്ടുകൊണ്ടിരിക്കുക ഒരു രസം ഉണ്ടായിരുന്നു. അതിനകത്ത് ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്നു, രസകരമായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ ഗ്രൂപ്പുകളിൽ നമുക്കൊന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ് ഏറ്റവും കോമഡി. എന്ന് വെച്ചാൽ ഇവരെന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ള കാണുന്നവർക്കും മനസ്സിലാവത്തില്ല. ഇനി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്നുണ്ടോ എന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും ഇന്നലെ ജാസ്മിൻ അത് വളരെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ധാരണ പല ഫിസിക്കൽ ടാസ്കുകളിലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ധാരണയിൽ ഇല്ലാത്തവരാരൊക്കെയാണെന്നും കൂടി നമ്മൾ പറയണമല്ലോ. അവരോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ഒന്നാമത്തെ ആൾ ജിൻഡോയാണ്. അങ്ങനെയുള്ള ധാരണകൾക്ക് പോയിട്ടുണ്ടെങ്കിലും ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ അങ്ങനെ നിന്നിട്ടില്ല. ജിൻഡോ ഗ്രൂപ്പ് കളിയൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട്. പക്ഷേ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളിൽ ജിൻഡോ അതിന് പോയിട്ടില്ല. അതുപോലെ തന്നെ ഋഷി ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നോറ, ജാസ്മിൻ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മുഖമുദ്ര ടാസ്കിലാണെന്ന് തോന്നുന്നു വെറുതെ ഒന്ന് അർജുൻ ഇവർക്കൊപ്പം നിന്നു എന്നുള്ളത് മാറ്റിയാൽ അർജുനും കുറേ ടാസ്കുകളൊക്കെ ഒറ്റയ്ക്കാണ് ചെയ്തത്. പക്ഷേ ഗ്രൂപ്പ് കളി പലപ്പോഴായിട്ട് അവിടെ നടന്നിട്ടുമുണ്ട്. എന്നാൽ അത് ഭയങ്കര അൺഫെയർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ജാസ്മിൻ അത് നന്നായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തു. പക്ഷേ സ്വാഭാവികമായിട്ട് ബിഗ് ബോസിനകത്ത് ഗ്രൂപ്പ് കളികൾ എപ്പോഴും നടക്കുന്നതാണ്. കുറേ പേർക്ക് അത് ഇഷ്ടപ്പെടും, കുറേ പേർക്ക് അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഞാനതൊരു വലിയ തെറ്റായിട്ടൊന്നും അല്ല പറയുന്നത്. പക്ഷേ എങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതൊരു ഫെയർ ആയിട്ട് തോന്നില്ല, അത്രേ ഉള്ളൂ. കാരണം ഈ ഗ്രൂപ്പ് കളിക്കുന്നത് ചില്ലറക്കാരല്ല. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. സായി, അല്ലെന്നുണ്ടെങ്കിൽ സിജോ, അതുപോലെ അഭിഷേക്, ഇങ്ങനെ ഫിസിക്കലി ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ള ഒരു 4-5 പേര് ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് കളിക്കുകയാണ്. ഓപ്പോസിറ്റ് നോറ, ജാസ്മിൻ ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അത് കാണുമ്പോൾ നമുക്ക് ഫെയർ ആയിട്ട് തോന്നുന്നു? ഒരിക്കലും ഫെയർ ആയിട്ട് തോന്നില്ല. അപ്പോൾ ഈ ഒരു വിഷയമാണ് ഇവിടെ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ പറ്റുന്ന 4-5 പേര് അവരങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാതെ അവരൊറ്റക്കെട്ടായിട്ട് ഗെയിം കളിക്കുകയും താരതമ്യേന ഫിസിക്കലി ദുർബലരെന്ന് തോന്നുന്നവരെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ആനയും ഉറുമ്പും തമ്മിലുള്ള ഒരു മത്സരമായിട്ടല്ലേ നമുക്ക് തോന്നുള്ളൂ. അവിടെ ഇപ്പോൾ ആന ജയിച്ചാൽ തന്നെ പിന്നെ നീ ജയിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നല്ലേ നമ്മൾ പറയൂ. കാരണം ഉറുമ്പിന് ജയിക്കാനുള്ള ഒരു ചാൻസും അവിടെ ഇല്ല. ഈ ചില ആനയും ഉറുമ്പും കഥകളിൽ ആനയെ വീഴ്ത്തിയ ഉറുമ്പുകൾ ഒരുപാടുണ്ട്. അതുപോലെ ആന ഇവിടെയും ചിലരൊക്കെ വീഴ്ത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നോറ എല്ലാ മല്ലന്മാരെയും തോപ്പിച്ച ഒരു ടാസ്കിൽ ജയിച്ചു കളഞ്ഞു. അതും ഫിസിക്കലി നല്ല സ്ട്രെങ്ത് വേണ്ട ഒരു ടാസ്കിൽ, ക്ഷമത വേണ്ട ഒരു ടാസ്കിൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുമുണ്ട്. എന്താണെങ്കിലും ജാസ്മിൻ പോയിന്റ് ഔട്ട് ചെയ്ത കാര്യത്തോട് എനിക്ക് യോജിപ്പാണ്. ഗ്രൂപ്പ് കളിയൊക്കെ നടന്നു, പാർട്ട് ഓഫ് ഗെയിം അല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.